ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഒരു പരിപ്പ് പായസത്തിന്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അമ്മ ഇങ്ങനെ തോർത്തൊക്കെ കെട്ടി കയ്യിൽ നിൽക്കുന്നതിന്റെ കാര്യം ഗൈസ്, ഇത് നല്ലതായിട്ട് വഴറ്റുമ്പോഴത്തേനും ഇതുപോലെ പൊട്ടുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഓടി ക്യാമറ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ പരിപ്പ് പായസം വെക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം പരിപ്പ് നന്നായിട്ട് എന്ത് ചെയ്യുക, വേവിച്ച് നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ശർക്കര നല്ല അരിച്ച് ഉരുക്കി ചേർത്ത് അത് നന്നായിട്ട് അരമണിക്കൂറോളം വഴറ്റേനി വരും. നല്ല എന്താ പച്ചമണം മാറി നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വരണം. അതിൽ 3-ാം പാൽ ഒഴിക്കുക, അത് നല്ല കുറുകണം. 2-ാം പാൽ ഒഴിക്കുക, അത് നല്ല കുറുകണം. പിന്നെ 1-ാം പാൽ ഒഴിക്കുക, അത് നല്ല കുറുകണം. പിന്നെ നിങ്ങൾക്ക് ആദ്യമേ ചവര് ചേർക്കുക. അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ നല്ല വേവും. അല്ലെങ്കിൽ നമുക്ക് വേവിച്ച് ചേർത്ത് ഇച്ചിരി കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടെ ചേർത്ത് വഴറ്റാം ഗൈസ്. ടൈറ്റ് ആകുമ്പം ഈ കുറുകി വരുമ്പോൾ ടൈറ്റ് ആകുമ്പോൾ നെയ്യും കൂടെ ചേർത്ത് വഴറ്റാം.